അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ദിവസം ഹംഗറിയിലെ രണ്ടാമത്തെ ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ പാർട്ട് 2 വീഡിയോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇടിച്ചെത്താനെ ഫോൺ നോക്കി കിടന്നിട്ട് സിഗ്നലൊന്നും അറിഞ്ഞില്ല. അപ്പം പാർട്ട് 2ലേക്ക് നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ആരംഭിക്കുകയാണ്. എവിടെയാണ് പോകേണ്ടതെന്ന് കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാതെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആലോചിക്കാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്താ ഞങ്ങളിവിടെ ട്രാം കയറാൻ ഇന്ന് മാപ്പിട്ടേക്കുന്നത് മെൽബിനാണ് എല്ലാവരും നയിക്കുന്നത്. അപ്പം ബാക്കി വിശേഷം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ സ്ഥലം കണ്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ അടുത്തൊരു ഈ ഹംഗറിയിലൊരു മലപ്പൊക്കത്ത് പോയേക്കാന്ന് പറഞ്ഞ് രാവിലെ ഞങ്ങൾ അത് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളൊരു വണ്ടി പിടിച്ചിങ്ങ് പോന്നു. ഈ സ്ഥലത്തിൻ്റെ പേരിൽ നൊമോർഫ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നല്ല കിടിലം വ്യൂ കേട്ടോ. അവിടെ നമ്മളെ ഒരു പാർക്കിലൊക്കെ കയറി ഞങ്ങൾ എല്ലാവരുടെ കൂടി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. റെസ്റ്റായിരുന്നു ഫുള്ള്. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്നു വൈപ്പൊക്കെ അടിച്ചിങ്ങനെ തണലത്തിരിക്കും കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ട്. കുറച്ച് നേരം ഇരുന്നതിനും എല്ലാവരും പോകാന്ന് പറയുന്നു. അതെ, യോഗ അടിക്കടാ, നാണിക്കല്ലടാ, നമ്മുടെ പ്രേക്ഷകരല്ലേ, എല്ലാവർക്കും താണ്ടി. അതെ ഗൈസ്, പിന്നെ ഇവിടുന്നുള്ള വ്യൂ അടിച്ചു തരാം. എണീറ്റോട്ടെ, ബാഗ് പോയിക്കോണം കേട്ടോ. കേട്ടോ നമ്മുടെ പാർക്ക് നൊമോർഫയിലെ പാർക്കാണ് കാണുന്നത്. ഫുൾ കാടാട്ടോ. ഈ കാണിച്ചുതരാം. ആൾക്കാരൊക്കെ കുറേ പേരുണ്ട് കേട്ടോ ഗൈസ്. ഇഷ്ടം പോലെ ആൾക്കാരാണ്. എന്ത് കാണാം, ഇവിടെ കുറേ ഹൈക്കിങ് ഏരിയസ് ഇതുണ്ട്. താഴേക്കൊക്കെ ആൾക്കാർ ഹൈക്ക് ചെയ്ത് കയറി വരുന്ന കാണാം. ഇതിലൂടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിലുള്ള വഴിയൊക്കെ ഉണ്ട്. ഹൈക്ക് കയറി വരുന്ന കാണായിരുന്നു. നമുക്ക് പിന്നെ ഹൈക്ക് ചെയ്യാനുള്ള എനർജി ലോസാണ്. കാരണം വലിയ കാര്യമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇതിൽ വയറിറച്ച് കഴിക്കണം. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ നോക്കുന്നുള്ള വ്യൂ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മുടെ ബുഡാപെസ്റ്റ് ടൗൺ കേട്ടോ. ബുഡാപെസ്റ്റ് ടൗൺ നമ്മൾ ഈ ടോപ്പിൽ നിന്ന് നോക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ഇതാണ് കാണുന്നത്. ഒരു കിടിലൻ പട്ടി. ഇങ്ങോട്ട് പോയി കുറച്ചുകൂടെ നല്ല വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പോകണമെങ്കിൽ അവിടുത്തെ വ്യൂ കൂടെ എടുത്ത് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുക കേട്ടോ. നമ്മൾ ഈ പാർക്കിൽ നിന്ന് അപ്പോൾ ഇവിടെ ചിൽഡ്രൻസിനൊക്കെ ആയിട്ട് ചെറിയ പാർക്കൊക്കെ ഉണ്ട്. ഇതുണ്ടോ, പിള്ളേർക്ക് കളിക്കുന്നുണ്ട് ഇവിടെ. നല്ല കാം ആൻഡ് ക്വൈറ്റ് സ്ഥലം കേട്ടോ. വലിയ അലമ്പൊന്നുമില്ല, നല്ല രസമാണ്. ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ടൗണാണ്. അവിടെ ചുമ്മാ ഒച്ചപ്പാടും ബഹളവും എല്ലാം. പക്ഷെ ഇവിടെ കാം ആൻഡ് ക്വൈറ്റ്, അടിപൊളിയാണ്. നമ്മളപ്പം അവിടെ കുറച്ച് നേരം നിന്ന ശേഷം താഴേക്ക് പോയേക്കാന്ന് വിചാരിച്ചു, മെയിൻ ടൗണിലേക്ക് തന്നെ. എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു നമുക്ക് പോയേക്കാം, എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ താഴേക്ക് ഇറങ്ങി പോന്നു. അപ്പം ഞങ്ങൾ മലയിൽ നിന്ന് താഴേക്ക് പോയത് ബസ്സിനാണ് പോയത്. അല്ലെങ്കിലും ബസ്സാണ് കയറി വന്നത്. അപ്പോൾ താഴേക്ക് പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണിത്. വീഡിയോ എടുത്ത് ഈ ബസ് പോകുന്നത് ഒരു ഇറക്കത്തേക്കൂടെയാണ് പോകുന്നത്. കാരണം നമ്മൾ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ഇറക്കത്തൂടെയാണ്. പക്ഷെ അത് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ കഴിച്ച് ഞങ്ങൾ വിശന്ന് വിരിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുക. നമ്മൾ കഴിക്കണത് എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡാട്ടോ. എല്ലാം സ്പെഷ്യൽ. ഇത് കഴിക്കണമെങ്കിൽ സ്പൂൺ വേണ്ടേ? അപ്പം ഞങ്ങൾ കഴിച്ചത് എന്നാന്ന് വെച്ചാൽ ബുഡാപെസ്റ്റിലെ ഫേമസ് ഫുഡായ ഗൗലാഷും ലാങ്കോസുമാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ നടക്കാനായിട്ട് ഇറങ്ങി. അണ്ണൻ്റെ വ്ളോഗിങ് ഫീൽഡിലേക്ക് ഞങ്ങളും കടന്നു വന്നിരിക്കുന്നു. അതെ, ഇതാണ് അണ്ണൻ. ഇതല്ല ഇത്, അയ്യോ ഇതാണ് അണ്ണൻ. തല ഉണ്ടോ? പുറകിൽ ഡേവിസ്. ഡേഞ്ചർ.
പുറകിലാരെങ്കിലും വേണ്ടി പറയണം. നമ്മളിപ്പം ഒരു ഇവിടെ ബുഡാപെസ്റ്റിലൊരു ഐലൻഡ് ഇരിക്കുകയാണ്. ഇല്ല ശരിയല്ല. പുറകിലാരെങ്കിലും അതാണ് വിഷയം. ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഈ ഐലൻഡ് എങ്ങനെയുണ്ട്? ഏരിയൽ വ്യൂ എങ്ങനെയുണ്ട് ഐലൻഡ്? അവനെ കാണിച്ചത് നമ്മുടെ ഇൻവെർട്ടറാണ്. ഇൻവെർട്ടറാണ്. ശരി, അതുകൊണ്ട് ആരുടെ മുന്നിൽ വരില്ല. നാടാണ് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് പറയുന്നതാണ്. അത് ചെറിയ ഇൻട്രോവേർട്ടാണ്. നമ്മുടെ ഈ ഐലൻഡ് എങ്ങനെയുണ്ട് അത് പറ. അതിന് വന്ന ഒരു സാഹചര്യം കൊണ്ട് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് അത് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ല. ഏതാ കുഴപ്പമൊന്നും ഇല്ല. കണ്ടോണ്ടിരിക്കുക. ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്ത് ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആർക്കും ഇഷ്ടം? അന്നേരം പിള്ളേർക്കും. കുതിരേനെ കണ്ടോ? കുതിരേനെ കുതിര പോയി. വേറൊരു സാധനം കാണിച്ചു കേട്ടോ. അതുകൊണ്ടോ കണ്ടോ? ഇതുകൊണ്ട ബൈസ് ചെക്കൻ്റെ കിളി മാറി ഇരിക്കുന്ന ഇരിപ്പാണ് കാണുന്നത്. അതെ, മാനുകളെന്തോ ബീറടിക്കൂല്ലടാ. അതെ, മാന് ഡിപ്രഷനായിട്ട് കിളി മാറിയിരിക്കുന്നത്. ഞാൻ ഇച്ചിരി അടുത്ത് കാണിക്കാം കേസ്. മറിക്കടാ, ഇതാണ് ഞാൻ പറഞ്ഞ മാൻകുട്ടി. ആ മാൻകുട്ടി എന്നല്ല, തള്ളയാണത്. എന്നാ മാൻ തള്ള. ചിലപ്പോ കാമ്പുകി തേച്ചതായിരിക്കും. നല്ല കൊമ്പുള്ളണി ആണത്. ഇതാണോ വണ്ട? ഗേസ് വേറെ സാധനം കാണിച്ചത്. ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഈ വണ്ടിയാണ് ഗേസ്. കണ്ടോ? ഡാഡിയും മമ്മിയും കൊച്ചിനെ ഫ്രണ്ട് ഇരുത്തി വണ്ടി ചവിട്ടി പോകുന്നു. കണ്ടോ പോകുന്നേ? ഇതിന്റെ റിവേഴ്സ് പോകുന്നേ. റിവേഴ്സ് ഗിയർ, ഇതിന്റെ റിവേഴ്സ് ഗിയറും ഫ്രണ്ട് ഗിയറും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അതേ ഈ സാധനം ഒരെണ്ണം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ 4 പേരും ഒരു പൊളി വിളിച്ചേനെ. അല്ലടാ, തന്നില്ലായിരുന്നു. കണ്ടോ ചരക്കൻ്റെ കിളി വാരി കിടക്കുക. നിങ്ങളിത് കാണുക വയസ്സ് മെണപ്പ്. ഇതിനൊന്നും പറയാൻ. കുറച്ച് നേരമായിട്ട് എടുത്തിട്ട് ഞങ്ങളിപ്പം വന്ന വഴിക്ക് നമ്മളൊരു മരം കണ്ടു. പിന്നെ അവന്മാർ പറഞ്ഞാൽ പിന്നെ നമുക്ക് മരത്തേ കയറിയേക്കുന്നു. പിന്നെ അവിടെ കിടന്നൊരു മത്സരമായി, ആരെ ഏറ്റവും കൂടുതൽ മരത്തേ കയറും. അവിടെ ഞാൻ ചവിട്ടിയതാ, അതിന്റെ മണ്ടേ കയറണം. കുറച്ചുകൂടെ കയറി. എന്ത് ചിരിച്ചടിച്ചേ. ഇതുണ്ടോ യേസ്, ബുഡാപെസ്റ്റിൽ ഒക്ടോബർ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് ഞങ്ങളിപ്പം. ഉണ്ടോ ഫുള്ള് എല്ലാവരും നല്ല വൈബായിട്ട് ബിയറൊക്കെ അടിച്ച് ചില്ലായിട്ടിരിക്കുന്നു. ഇതുണ്ടോ യേസ്, എല്ലാവരും വെച്ച് ഞങ്ങളില്ല കേട്ടോ, ഇവിടെയുള്ള ടീംസ്. നമുക്ക് പിന്നെ പോകാനുള്ള സമയമായിട്ട് നമുക്ക് 9 മണിക്കാണ് നമ്മുടെ ബസ്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ബസ് കയറാനായിട്ട് അടുത്ത പരിപാടി നോക്കും കേട്ടോ ഗൈസ്. നോക്കൂ ഗൈസ്, ബലൂൺ കമത്തി വെച്ചിരിക്കുന്നു. ഇവിടെ ബുഡാപെസ്റ്റിൽ നൈറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന ദിവസം കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഐലൻഡിലേക്ക് വന്നായിരുന്നു എന്ന്. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഇരുട്ടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതാണ്. ഇരുട്ടായപ്പം ഇവിടുത്തെ സീനറി കണ്ടു നോക്കണം ഗൈസ്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇപ്പോൾ ഇവിടെ ഒക്ടോബർ ഫെസ്റ്റ് നടക്കുമായിരുന്നു. അത് ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ, വീഡിയോ കണ്ടല്ലോ. അത് കഴിഞ്ഞ് നേരെ കുറച്ച് ഫ്രണ്ടോട്ട് വന്നപ്പം വേറൊരു സീൻ കാണിച്ചു തരാം. എൻ്റെ പൊന്നു പള്ളി.
ഇത്രയും പൊക്കത്തിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുക, ഇത്രയും പവറിൽ. ഇതിവിടെ എന്താണ് വാട്ടർ ഡാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്, ഞങ്ങളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഏത് സമയത്താണെന്ന് അറിയത്തില്ല, ഞങ്ങളിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ഓർത്താ. അപ്പം നമ്മളവിടെ കുറച്ച് നേരം നിന്നു. കുറച്ച് നേരം നിന്നതോടെ പരിപാടി തുടങ്ങി. വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം പരിപാടി ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി പരിപാടി. ഈ ഒന്നാമത്തെ ദിവസം നൈറ്റ്, പിന്നെ കളർ പിന്നെ വാട്ടർ, ഈ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം പരിപാടി ചുമ്മാ സീൻ പരിപാടിയായിരുന്നു. അപ്പം എനിക്ക് കുറേ വീഡിയോ ഒക്കെ എടുത്തു, പക്ഷേ എനിക്ക് വീഡിയോയും സോങ്ങും കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ യൂട്യൂബിൽ. കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ തന്നെയായിട്ടാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 3/4 മണിക്കൂറോളം പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വണ്ടി പിടിച്ച് പോകാറുള്ള സമയമായി. അടുത്ത സ്ഥലത്തേക്ക് പോകണമായിരുന്നു. Last but not the least. ലാസ്റ്റ് മൊമെന്റ് ഓഫ് ബുഡാപെസ്റ്റ്. We wanna say something. എന്താണെന്നാ പറ. എല്ലാം കഴിഞ്ഞ് വണ്ടി കയറാനായിട്ട് ഞങ്ങൾ പോകുന്നു ഗൈസ്. ഫ്ലിക്സിലേക്ക് കയറാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയും യാത്രകളായി അജിന്റെ അണ്ണനും പിള്ളേരും വരും. വരുന്നതായിരിക്കും. ഗൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ ഫ്ലിക്സ് ബസ് വന്നു. ഇനിയിപ്പം തിരിച്ച് ജർമ്മനിയിലേക്ക്. അതെ, ബുഡ വിട. ഡെന്നിസേ ചൂസ്.